വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ വരവ് രാജധാനി ശതാബ്ദി ട്രെയിനുകൾക്ക് ഒരു വെല്ലുവിളിയാകുമോ? ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ട്രെയിനായ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ത്യൻ റെയിൽവേയുടെ അനുബന്ധ സ്ഥാപനമായ ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ വികസിപ്പിച്ച് രൂപകൽപ്പന ചെയ്തവയാണ്. ഈ ആധുനിക ട്രെയിനുകൾ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്തവയും യാത്രക്കാർക്ക് ലോകോത്തര സൗകര്യങ്ങളും സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്നവയുമാണ്. അതുകൊണ്ട് തന്നെയാണ് വന്ദേ ഭാരതിന് യാത്രക്കാർക്കിടയിൽ വലിയ ജനപ്രീതി ഉണ്ടായത്. എന്നാൽ ഈ സെമി ഹൈസ്പീഡ് ട്രെയിനായ വന്ദേ ഭാരതിൻ്റെ സ്ലീപ്പർ പതിപ്പുകൾ ഇറക്കാൻ റെയിൽവേക്ക് പദ്ധതിയുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ വന്ദേ ഭാരത് സ്ലീപ്പറിൻ്റെ ട്രയൽ റണ്ണും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. വന്ദേ ഭാരത് ട്രെയിനുകൾ ഹ്രസ്വദൂര യാത്രകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ദീർഘദൂര യാത്രകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വന്ദേ ഭാരത് സ്ലീപ്പറിൻ്റെ വരവ് ദീർഘദൂര യാത്രക്കാർക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും. വന്ദേ ഭാരത് ട്രെയിനുകളെ പോലെ തന്നെ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്തവയാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളും. ഈ വന്ദേ ഭാരത് സ്ലീപ്പർ പതിപ്പ് നിലവിലെ രാജധാനി ട്രെയിനുകൾക്ക് ബദലാകുമെന്ന് സൂചനയുണ്ട്. ന്യൂഡൽഹിയെ വിവിധ സംസ്ഥാനങ്ങളുമായി കണക്ട് ചെയ്യുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പ്രീമിയം സർവീസുകളിൽ ഒന്നാണ് രാജധാനി എക്സ്പ്രസ്. രാജധാനിക്ക് മാത്രമല്ല ശതാബ്ദി ട്രെയിനുകൾക്കും ഒരു വെല്ലുവിളി തന്നെയാണ് വന്ദേ ഭാരത് സ്ലീപ്പറിൻ്റെ വരവ്. വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ച പലയിടങ്ങളിലും അതിൻ്റെ ഷെഡ്യൂളുകൾ ശതാബ്ദി എക്സ്പ്രസിൻ്റേതുമായി പൊരുത്തപ്പെടുന്നതായി കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ശതാബ്ദി ട്രെയിനുകൾക്ക് പകരക്കാരനായി വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ വരാൻ സാധ്യതയുണ്ട്. യാത്രക്കാർക്ക് ആഡംബര സൗകര്യങ്ങളും സേവനങ്ങളും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് റെയിൽവേ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് യാത്രക്കാർക്കിടയിൽ വലിയ ജനപ്രീതി ലഭിച്ചതുപോലെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾക്കും വലിയ ജനപ്രീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഏകദേശം ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടി യാത്രക്കാർക്ക് ലഭ്യമാക്കുവാനാണ് ഇപ്പോൾ റെയിൽവേ പദ്ധതിയിടുന്നത്. അതുപോലെ തന്നെ ഈ വന്ദേ ഭാരത് ശൃംഖല മുംബൈയിലെ വന്ദേ മെട്രോ സർവീസുകൾ ഉപയോഗിച്ച് വിപുലീകരിക്കാൻ പദ്ധതിയുണ്ടോ എന്നൊരു ചോദ്യം കൂടി യാത്രക്കാർക്കിടയിൽ ഉയർന്നു വരികയാണ്. ചെയർ കാറുകളോട് കൂടിയിട്ടുള്ളൊരു ഹ്രസ്വദൂര ട്രെയിനാണ് വന്ദേ ഭാരത്. വന്ദേ ഭാരത് ആശയം നഗരഗതാഗത സംവിധാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ പര്യവേക്ഷണം ചെയ്തുകൊണ്ട് ഈ മെട്രോ ശൈലിയിലുള്ള ട്രെയിനുകളുടെ പ്രോട്ടോടൈപ്പുകൾ സമീപഭാവിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. ബായ്.